ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് പുതിയൊരു പലഹാരം വൈകിട്ടത്തെ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ വേണം. തേങ്ങയും അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടതാണ് കേട്ടോ. തുള്ളി ഏലക്കയും കൂടി ഇടും. പിന്നെ ചിലർ നമ്മൾ ഇതിനകത്ത് ഉപ്പും പിന്നെ ജീരകവുമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഈ തേങ്ങയും ശർക്കരയും കൂടെ ഏലക്കായും കൂടെ പൊടിച്ചിട്ട ഇതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നല്ല ഒരു ദോശത്തവ എടുത്ത് വയ്ക്കുക. അതിനകത്ത് ഇത് പരത്തിയെടുക്കുന്നതാണ് സംഭവം. ഒരു നുള്ളി ഉപ്പും കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തുന്നത്, കോരി ഒഴിക്കുന്ന പരുവമല്ല. ഇത് നമ്മൾ കുറേച്ച് ചെറിയ ബോളുകളായിട്ടെടുത്ത് കല്ലിൽ എണ്ണ തേച്ച് അതിന് വെച്ച് ഒന്ന് പരത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം പരത്തി ചുട്ടെടുത്തതാണിത്. ഇനിയും മാവിരിക്കുകയാണ്. ബാക്കി നമുക്ക് കുറേശ്ശെ ഇതേപോലെ ചുട്ടെടുക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. തേങ്ങയും ശർക്കരയും തുള്ളി ഏലക്കയും ഒക്കെ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി ബാക്കിയിരിക്കുന്ന മാവും കൂടെ ഇതുപോലെ ഉണ്ടാക്കി പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് ചായക്ക് ഇതാണ് കഴിക്കാൻ കേട്ടോ. ഞങ്ങളങ്ങനെ വലിയ കടപ്പലഹാരങ്ങളൊന്നും വാങ്ങിക്കാറില്ല. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ പിള്ളേർക്ക് വേറെയുള്ള അത് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇത് തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് ഞാൻ കുറച്ചുണ്ടാക്കി. ഇനി ഒരു 5-6 എണ്ണം കൂടെ ഉണ്ട് ചുട്ടെടുക്കുക. അച്ഛനുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അമ്പാടിക്ക് ശേഷം അങ്ങനെ ഞങ്ങളിത് നന്നായിട്ടൊന്ന് വേവിച്ചു. ഇനി അടുത്ത ചായ ഇട്ടു. ചായയും കൂട്ടി ഞങ്ങളൊന്ന് പിടിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മാവിനാകുമ്പോൾ അതിൻ്റേതായ ആ ഒരു രുചി കിട്ടും. പക്ഷേ നമ്മൾ നല്ല വേറെ പാക്കറ്റ് പൊടി മാവ് മേടിക്കുകയാണെങ്കിൽ അതിൽ ഒത്തിരിയും കൂടി രുചിയാണ്. കാരണം നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല. പിള്ളേർക്ക് കൊടുക്കാനും ഒന്നും പേടിക്കാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പോരുന്നു. എല്ലാവർക്കും ഒരു ഒട്ടടയും ചായയും തരാം. ഓക്കേ.